മൂന്ന് പേർ റിസർച്ചിന്റെ ഭാഗമായി ജപ്പാനിലുള്ളൊരു ടെമ്പിളിലേക്ക് പോകും. മലയുടെ മുകളിലാണ് ആ ടെമ്പിൾ ഉള്ളത്. പക്ഷെ അവിടെ പോയവർ ആരും പിന്നീട് ആ മല ഇറങ്ങത്തുമില്ല. അതായത് എല്ലാവരെയും കാണാതെ പോകും. നിഗൂഢമായ ആ ടെമ്പിളിന് പല ഹിസ്റ്ററിയുമുണ്ട്. പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വന്നത് 2017 ഇറങ്ങിയ ടെമ്പിൾ എന്ന മൂവിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ജപ്പാനിലുള്ളൊരു കാടാണ്. ആ കാട്ടിലേക്ക് കുറെ പോലീസുകാർ പോകുന്നതാണ്. അവർ അവിടെ എന്തോ അന്വേഷിക്കും. അതിനിടയിൽ അവിടെ കുറച്ചാളുകൾ ടെന്റ് അടിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം ഒരു ക്യാമറയും അവർക്ക് അവിടെ കിടന്നു കിട്ടും. അവിടെ ഒരു വലിയ അമ്പലമുണ്ടായിരുന്നു. കുറച്ച് പോലീസുകാർ അവിടേക്ക് പോകും. ആ അമ്പലത്തിൽ ചെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കുമ്പോഴോ അവിടെ ഒരു ബുക്ക് കിടക്കുന്നു. ആ ബുക്കിന്റെ മുകളിലേക്ക് ബ്ലഡ് വീഴുന്നതായിട്ടും ഇത് കണ്ട പോലീസ് മുകളിലേക്ക് നോക്കി പേടിച്ച് കാറുന്നതായിട്ടും നമ്മളെ കാണിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മളോട് പണ്ട് നടന്നൊരു കഥയാണ് പറയുന്നത്. 6 കുട്ടികൾ പണ്ട് കളിക്കാൻ വേണ്ടി ഈ ടെമ്പിളിലേക്ക് പോയി. പക്ഷെ ആ കുട്ടികളെ അവിടെ നിന്ന് കാണാതെ പോവുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ കുട്ടികളുടെ വീട്ടുകാർ കുട്ടികളെ ആ നാട് മുഴുവൻ അന്വേഷിക്കും. ഒടുവിൽ അവർ ആ ടെമ്പിളിലും എത്തും. പക്ഷേ ആ കുട്ടിയെ വീട്ടുകാർ കണ്ടുപിടിക്കത്തുമില്ല. അപ്പോഴാണ് ആ ടെമ്പിളിൻ്റെ അകത്തൊരു യോഗിയെ ഇവർ കാണുന്നത്. ആ യോഗി ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് ഒരു കാര്യം പറയും. ഇത് കേട്ട മാതാപിതാക്കൾക്ക് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കട്ട് ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു പ്രൊഫസറിനെയാണ്. ഇയാളുടെ പേര് റേ എന്നാണ്. പുള്ളി ആരോ വിളിക്കുന്നുമുണ്ട്. റേ പറയും, ഞാൻ ആ വീഡിയോ ഫുട്ടേജ് കണ്ടു, പെട്ടെന്ന് എൻക്വയറി നടത്തി റിപ്പോർട്ട് ചെയ്തേക്കാമെന്ന്. റേ ജപ്പാനിലുള്ള ആളാണ്. ഇംഗ്ലീഷ് ഒന്നും കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തർജ്ജിമ ചെയ്യാൻ വേണ്ടി ഇട്ടാക്കു എന്നൊരാൾ അവിടേക്ക് എത്തും. എല്ലാം റെഡിയല്ലേ എന്ന് ഇട്ടാക്ക് ചോദിക്കും. റേ പറയും, എല്ലാം റെഡിയാണ്, ഇനി ആളുകൂടി വന്നാൽ മതിയെന്ന്. അപ്പോഴാണ് അവിടുന്ന് ഒരു പേഷ്യൻറ്റിനെയും കൊണ്ടുവരുന്നത് നമ്മളെ കാണിക്കുന്നത്. മുഖം മുഴുവൻ എന്തൊക്കെയോ മുറിവുകളും പാടുകളും പറ്റി. അതോടൊപ്പം ദേഹം മുഴുവൻ മൂടിയിട്ടിട്ടുമുണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിനെ റേയുടെ അടുത്തേക്ക് കൊണ്ടുവരും. റേ ചോദിക്കും, നിങ്ങളുടെ നെയിം എന്താണ്, നിങ്ങൾ ആരാണ് എന്നൊക്കെ. ഇത് കേട്ട ആ പുള്ളി, ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കും. നിങ്ങളിപ്പോൾ ആശുപത്രിയിലാണുള്ളത്, കുഴപ്പമൊന്നുമില്ലെന്ന് റേയും പറയും. നിങ്ങൾ അവിടെ എന്താണ് ചെയ്തത്? ഈ വീഡിയോ ഫുട്ടേജ് കാണാൻ പറഞ്ഞ് റേ ഒരു വീഡിയോ പുള്ളിയെ കാണിക്കും. ആ വീഡിയോയിലാണ് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്. ഹീറോയിൻ അവളുടെ ഒരു വീഡിയോ എടുത്ത് അവളുടെ ബോയ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കും. ഹീറോയിൻ്റെ കൂടെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള മാർക്കും ഉണ്ടായിരുന്നു. ഹീറോയിനും മാർക്കും കൂടി ജപ്പാനിലുള്ളൊരു കാട്ടിലേക്ക് യാത്ര പോവുകയാണെന്നും അവിടെയുള്ള കൾച്ചറും കാര്യങ്ങളുമെല്ലാം റിസർച്ച് ചെയ്ത് പഠിക്കാൻ പോവുകയാണെന്നും പറയും. മാർക്കിന് അത്യാവശ്യം ജപ്പാൻ അറിയാമായിരുന്നു. അതുമാത്രമല്ല, മാർക്കിൻ്റെ ബ്രദർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. മാർക്ക് ഇപ്പോൾ നല്ല ഡിപ്രഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് മാർക്കിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ഹീറോയിൻ ബോയ് ഫ്രണ്ടിനോട് പറയും. ഈ വീഡിയോ എല്ലാം റേ ആ പേഷ്യൻറ്റിനെ കാണിക്കും. ഈ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ എന്ന് റേ ചോദിക്കും. അപ്പോഴാണ് നമ്മളെ ഫ്ലാഷ് ബാക്കിൽ നടന്നതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഹീറോയിനും മാർക്കും കൂടി യാത്ര തുടങ്ങി ജപ്പാനിലെത്തും. നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നുമുണ്ടായിരുന്നു. അപ്പോഴാണ് ബോയ് ഫ്രണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ജപ്പാനിലെത്തുന്നത്. ഹീറോയിൻ ഇത് ട്വിസ്റ്റ് ആയിക്കോട്ടെ എന്നോർത്ത് പിന്നീട് 3 പേരും കൂടി ആ ടൗൺ മുഴുവൻ കറങ്ങും. പക്ഷെ ബോയ് ഫ്രണ്ടിനാണെങ്കിലോ മാർക്കിനെ അത്ര ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മാർക്കിനും ഈ ബോയ് ഫ്രണ്ടിനെയും അത്ര ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പക്ഷേ ഹീറോയിൻ 2 പേരുമായിട്ട് കമ്പനിയായിരുന്നു. മാർക്ക് നടക്കുന്നതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ബോയ് ഫ്രണ്ട് പറയുന്നത്, ഞങ്ങളെ കുറച്ചു നേരം തനിയെ വിടാൻ. ഇത് കേട്ട മാർക്ക് മാറിക്കൊടുക്കും. അങ്ങനെ ബോയ് ഫ്രണ്ടും ഹീറോയിനും തനിയെ എവിടേക്കോ പോകും. ഈ കാര്യങ്ങളെല്ലാം പേഷ്യൻ്റ് റേയുടെ അടുത്ത് പറയുകയായിരുന്നു. റേ ഇതെല്ലാം കേൾക്കുകയും. അങ്ങനെ പിന്നീട് മാർക്കും ഹീറോയിനും ബോയ് ഫ്രണ്ടും കൂടി ആ ടൗൺ മുഴുവൻ കറങ്ങും. അവിടെയുള്ളൊരു കടയിലേക്ക് കയറും. അപ്പോഴാണ് അവിടെ ഒരു ബുക്കുള്ളത് ഹീറോയിൻ കാണുന്നത്. ആ ബുക്കിനകത്ത് ആ നാട്ടിലുള്ള വലിയൊരു ടെമ്പിളിൻ്റെ പടം ഉണ്ടായിരുന്നു. ആ ടെമ്പിളിൻ്റെ മുമ്പിലൊരു പ്രതിമയും അതോടൊപ്പം ആ ടെമ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങളുമെല്ലാം ആ ബുക്കിലുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് മാർക്ക് ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ട ഹീറോയിന് അതൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ആ ബുക്ക് വാങ്ങാമെന്ന് പറയും. പക്ഷേ ആ കടയിലെ ഓണറെ ഈ ബുക്ക് വിൽക്കാനുള്ളതല്ലെന്നും ഇതാർക്കും കൊടുക്കില്ലെന്നും പറയും. ഇത് കേട്ട ഹീറോയിൻ എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയും. പക്ഷേ ഓണർ സമ്മതിക്കില്ല. ഇത് വിൽക്കാനുള്ളതല്ലെന്ന് ഓണർ വീണ്ടും ദേഷ്യത്തോട് പറയും. 3 പേരും ആ കടയുടെ പുറത്തിറങ്ങിയ ശേഷം ഓണർ ആ കടയുടെ കതക് വലിച്ചടയ്ക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ട ബോയ് ഫ്രണ്ട് നമുക്കിത് മറ്റെവിടെന്നെങ്കിലും വാങ്ങാമെന്ന് പറയുകയും ചെയ്യും. പിന്നീട് 3 പേരും അവിടുന്ന് മറ്റൊരു പബ്ബിലേക്ക് പോകും. അവിടെ പോയി ആഘോഷിക്കും. അപ്പോഴാണ് ബോയ് ഫ്രണ്ട് മറ്റൊരു പെണ്ണുമായി തുള്ളുന്നത് മാർക്ക് കാണുന്നത്. ഇത് കണ്ട മാർക്കിന് അതൊട്ടും ഇഷ്ടപ്പെടില്ല. അവൻ ദേഷ്യത്തോടെ പബ്ബിന് പുറത്തേക്ക് ഇറങ്ങും. അവൻ വീണ്ടും ആ ടൗണിലൂടെ നടക്കാൻ തുടങ്ങും. വീണ്ടും ആ കടയുടെ മുമ്പിലെത്തും. അപ്പോഴാണ് ആ ബുക്കിനെ പറ്റി അവൻ ഓർക്കുന്നത്.
ഒന്നുകൂടി കടയിൽ കയറി ആ ബുക്ക് ചോദിച്ചാലോ എന്ന് മാർക്ക് ഓർക്കും. ആ കടയുടെ ഡോറ് തുറന്നു കിടപ്പുണ്ടായിരുന്നു. മാർക്ക് കടയുടെ അകത്തേക്ക് കയറും. പക്ഷെ ഓണർ അവിടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് അവിടെ മറ്റൊരു കുട്ടി നിൽക്കുന്നത്. ഇത് കണ്ട മാർക്കാണെങ്കിലോ നീ ഏതാണെന്ന് ചോദിക്കും. ഞാനും ഈ കടയുടെ ഓണറാണെന്നും രാത്രിയാകുമ്പോൾ ഇവിടെ നിൽക്കാറുള്ളതെന്നും ആ കുട്ടി പറയും. മാർക്ക് ആ ബുക്കിനെ പറ്റി പറയുകയും അത് വാങ്ങാൻ വന്നതാണെന്നും പറയും. ഇത് കേട്ട കുട്ടി ആ ബുക്ക് എടുത്ത് മാർക്കിന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മാർക്ക് ആ ബുക്കും വാങ്ങി നടക്കും. അവിടെയുള്ള മറ്റൊരു ബാറിലേക്ക് കയറും. അവിടെ വെച്ച് മാർക്ക് ആ ബുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ആ ബാറിലുള്ള സെർവൻറ്റ് പറയും ഈ ടെമ്പിൾ ഇവിടെ അടുത്തുള്ളൊരു മലയുടെ മുകളിലാണെന്ന്. അതേ ടൈമിൽ അവിടെ ബാറിൽ തൊട്ടടുത്തൊരു ആൾ കൂടി ഉണ്ടായിരുന്നു. പുള്ളി പറയും ഈ ടെമ്പിൾ ഒരു വൃത്തികെട്ട ടെമ്പിളാണ്, ഇവിടെ പോകുന്നത് ആപത്താണ്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവിടെ പോകാൻ പാടില്ല എന്ന്. പക്ഷേ ഇതൊന്നും മാർക്ക് കാര്യമാക്കത്തുമില്ല. മാർക്ക് ആ ബാറിൽ നിന്നിറങ്ങി പുറത്തുകൂടി നടക്കും. അപ്പോഴാണ് സൈഡിലൊരു കിളവിയ മാർക്ക് കാണുന്നത്. ഇത് കണ്ട മാർക്കിന് എന്തോ വിചിത്രമായി തോന്നിക്കുന്നുമുണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടെയുള്ള എല്ലാം മാർക്കിന് എന്തൊക്കെ പ്രത്യേക രീതിയിൽ തോന്നിക്കും. പെട്ടെന്ന് മാർക്ക് കണ്ണു തുറക്കുകയും ചെയ്യും. ഇതെല്ലാം അവൻ്റെ സ്വപ്നമായിരുന്നു. തൊട്ടടുത്ത് ഹീറോയിനും ഉണ്ടായിരുന്നു. നീ ഈ ബുക്ക് വാങ്ങിയോ എന്ന് ഹീറോയിൻ ചോദിക്കും. മാർക്ക് പറയും ബുക്കും വാങ്ങി, അതോടൊപ്പം ഈ ടെമ്പിളിലേക്കുള്ള വഴിയും ഏറെക്കുറെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നീട് ഹീറോയിനും മാർക്കും ബോയ് ഫ്രണ്ടും കൂടി ആ ടെമ്പിളിലേക്ക് യാത്ര തുടങ്ങും. പോകുന്ന വഴി മാർക്കെല്ലാം റെക്കോർഡ് ചെയ്യുന്നുമുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഗ്രാമത്തിലെത്തും. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അഡ്രസ്സ് അറിയാമോ എന്ന് മാർക്ക് ചോദിക്കും. പക്ഷേ ഇത് കാണുന്ന ആളുകളെല്ലാം വീടിനകത്തേക്ക് കയറി ഒളിക്കുകയും ചെയ്യും. അവിടെയുള്ള വഴി മൊത്തം മോശമായിരുന്നു. അങ്ങനെ അവർ കുറച്ചുകൂടി നടക്കും. അപ്പോഴാണ് അവിടെ ഒരു കിളവിയെ കാണുന്നത്. ഞങ്ങൾക്കിവിടെ താമസിക്കാമോ എന്ന് മാർക്ക് ചോദിക്കും. ഇത് കേട്ട പുള്ളിക്കാരി ഇവിടെ പറ്റില്ലെന്നും കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ അവിടെ ഒരു ഹോട്ടലുണ്ടെന്നും പറയും. അങ്ങനെ അവർ അവിടെ നിന്ന് വീണ്ടും നടക്കും. അപ്പോഴാണ് അവിടെ ഒരു കിളവനെ കാണുന്നത്. പുള്ളി 3 പേരെയും വിളിക്കും. മാർക്ക് പറയും ഞങ്ങൾ ആ ടെമ്പിളിലേക്ക് പോകാൻ വന്നതാണ് എന്ന്. പുള്ളി പറയും ആ ടെമ്പിളോ, അവിടേക്ക് പോകാം, പക്ഷെ നിങ്ങളെ ആരും കൂട്ടിക്കൊണ്ട് പോകില്ല, നിങ്ങൾ തനിയെ പോകണമെന്ന്. അതോടൊപ്പം പണ്ട് ഈ നാട്ടിനൊരു കുട്ടി അവിടേക്ക് പോയി. അവൻ പിന്നീട് ഇവിടേക്ക് വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു കണ്ണുണ്ടായിരുന്നുവെന്ന്. ഇത് കേട്ട മാർക്കിനും കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും പിടികിട്ടില്ല. ഏതോ പയ്യൻ ടെമ്പിളിൽ പോയ ശേഷം കണ്ണിനെന്തോ പറ്റിയെന്നൊക്കെയാണ് മാർക്കിന് പിടികിട്ടുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് വീണ്ടും നടക്കും. ആ ഹോട്ടലിലേക്ക് എത്തും. ആ ഹോട്ടലിൽ നിന്നും പ്രായമായൊരു കിളവിയാണ് ഇറങ്ങി വരുന്നത്. ഞങ്ങൾക്ക് ഇന്നിവിടെ താമസിക്കാമോ എന്ന് മാർക്ക് ചോദിക്കും. പിന്നെ എന്താ താമസിക്കാമല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി 3 പേരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകും. പോകുന്ന വഴി അവിടെയുള്ളൊരു ഡോറ് മാർക്ക് ഓപ്പൺ ആക്കി നോക്കും. പെട്ടെന്ന് തന്നെ മാർക്ക് പേടിച്ചു പോവുകയും ചെയ്യും. കാരണം അതിനകത്ത് കണ്ണ് കാണാത്തൊരു കിളവനുണ്ടായിരുന്നു. പിന്നീട് റൂമിലെത്തിയ ശേഷം ഹീറോയിനും ബോയ് ഫ്രണ്ടും അവിടുന്ന് പുറത്തേക്ക് കറങ്ങാനായി പോകും. മാർക്ക് ആ റൂമിനകത്തും ഇരിക്കും. അപ്പോഴാണ് അവിടേക്ക് മാർക്കിന് കുടിക്കാൻ വെള്ളവുമായി ആ കിളവി എത്തുന്നത്. ആ ടെമ്പിളിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് മാർക്ക് പുള്ളിക്കാരിയോട് ചോദിക്കും. പുള്ളിക്കാരി പറയും അന്ന് പുള്ളിക്കാരി കുട്ടിയായിരുന്നെന്നും ഇവിടുന്ന് കുറേ കുട്ടികൾ അവിടേക്ക് കളിക്കാൻ പോയെന്നും അവിടുന്ന് പിന്നീട് കാണാതെ പോയെന്നുമൊക്കെ. ഈ സംഭവം നടന്ന ശേഷം അവിടേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകൾ പോലും പോകാറില്ലെന്നും പുള്ളിക്കാരി പറയും. അങ്ങനെ പുള്ളിക്കാരി അവിടുന്ന് പോയ ശേഷം മാർക്ക് ആ റൂമിനകത്തുള്ള വീഡിയോ എടുക്കാനായി തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ആരെയോ കാണുന്നത്. അത് മറ്റാരുമല്ല, ആ കടയിൽ കണ്ട കുട്ടിയാണ്. നീ എന്താ ഇവിടെ എന്ന് മാർക്ക് ചോദിക്കും. ഇതെൻ്റെ നാടാണെന്നും ഇവിടെയാണ് ഞാൻ താമസിക്കുന്നതെന്നും ആ കുട്ടി പറയുകയും ചെയ്യും. നിങ്ങളെന്താ ഇവിടെ എന്ന് ആ കുട്ടി ചോദിക്കും. ഞങ്ങൾ ആ ടെമ്പിൾ കാണാൻ വന്നതാണെന്ന് മാർക്കും പറയും. ആ ടെമ്പിളോ, ഞാൻ കുട്ടിക്കാലത്ത് അവിടെ കളിക്കാൻ പോയിട്ടുണ്ടെന്നും നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്നും ആ കുട്ടി മാർക്കിനോട് പറയും. അപ്പോഴേക്കും ആ കിളവി അവിടെ വന്ന് കുട്ടിയെ വിളിക്കും. ആ കുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് മാർക്ക് ആ ഹോട്ടൽ മുഴുവൻ നടക്കും. മുമ്പ് കണ്ട കണ്ണ് കാണാത്ത ആളെ മാർക്ക് വീണ്ടും കാണും. ഇത് കണ്ട മാർക്ക് പുള്ളിയുടെ അടുത്തേക്ക് പോകും. പുള്ളിക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടെമ്പിളിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാർക്ക് പുള്ളിയോട് ചോദിക്കും. ഇത് കേട്ട പുള്ളി വീണ്ടും പണ്ട് നടന്ന കഥയൊക്കെ പറയും. ആ കുട്ടിയെ അന്വേഷിച്ച് വീട്ടുകാർ അവിടെ പോയെന്നും അവിടെ ഒരു യോഗിയെ കണ്ടെന്നും ആ യോഗി ചില കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു. പക്ഷെ ഇത് കേട്ട മാതാപിതാക്കൾ അത് വിശ്വസിച്ചുമില്ല. പിന്നീട് എന്താണ് നടന്നതെന്ന് മാർക്ക് ചോദിക്കും. പിന്നീട് ആ വീട്ടുകാരെല്ലാം ചേർന്ന് ആ യോഗിയെ തല്ലിക്കൊന്നുവെന്ന് പുള്ളി പറയും. ആ ടെമ്പിളിലേക്ക് പിന്നെ ആരും പോകാറില്ലെന്നും ഇവിടെയുള്ള ആളുകളെല്ലാം ഇപ്പോഴും വിളക്ക് കത്തിച്ച് ആ കുട്ടികൾ വരുമെന്നോർത്ത് പ്രാർത്ഥിക്കാറുണ്ടെന്നും പറയും. അങ്ങനെ ഈ കഥകളൊക്കെ കേട്ട ശേഷം മാർക്ക് രാത്രി കിടക്കാനായി പോകും. പക്ഷെ ആ ടൈമിൽ ആരോ മാർക്കിനെ വാച്ച് ചെയ്യുന്നതായിട്ട് മാർക്കിന് തോന്നുകയും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസമാകുമ്പോൾ ആ കുട്ടി 3 പേരെയും വിളിച്ചുകൊണ്ട് ടെമ്പിളിലേക്കുള്ള യാത്ര തുടങ്ങും. അപ്പോഴാണ് കുട്ടി മാർക്കിനോട് പറയുന്നത് നമുക്ക് രാത്രിയാകുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങണമെന്ന്. ഇത് കേട്ട മാർക്കും ആ കുട്ടിയോട് ഓക്കെ പറയും. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. മാർക്ക് നടക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ആശുപത്രിയിലാണെങ്കിലോ റേ പേഷ്യൻറ്റിനോട് ചോദിക്കും, നിങ്ങളെ ആരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന്.
ഇത് കേട്ട പേഷ്യൻ്റ് ആ കുട്ടിയാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ഇവർ യാത്ര ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ചെറിയ ടെമ്പിൾ കാണുന്നത്. അവിടെ പോയി മാർക്കും ആ കുട്ടിയും പ്രാർത്ഥിക്കുകയും ഹീറോയിൻ ഇതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുകയും ചെയ്യും. ഇതേ ടൈമിൽ തന്നെ ബോയ് ഫ്രണ്ട് ഞാൻ മറ്റൊരു വഴി പോവുകയാണെന്ന് പറഞ്ഞ് വേറൊരിടത്തേക്ക് പോകും. പക്ഷേ പോയ ബോയ് ഫ്രണ്ടിനെ കാണാനുമില്ലായിരുന്നു. അങ്ങനെ ഹീറോയിനും മാർക്കും ബോയ് ഫ്രണ്ടിനെ തപ്പിയിറങ്ങും. അവർ കുറേ തേടും. കുറച്ച് കഴിയുമ്പോഴാണ് ബോയ് ഫ്രണ്ടിനെ അവിടെയുള്ളൊരു ഗുഹയിൽ കാണുന്നത്. ബോയ് ഫ്രണ്ട് പറയും നമുക്ക് ഇതിനകത്തേക്ക് പോകാമെന്ന്. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ നമ്മൾ ടെമ്പിളിൽ പോകാനാണ് വന്നത്, അതുകൊണ്ട് ആദ്യം അവിടെ പോകാമെന്ന് പറയും. പക്ഷേ ബോയ് ഫ്രണ്ടിന് ഗുഹയുടെ അകത്തേക്ക് തന്നെ പോകണമായിരുന്നു. ഹീറോയിൻ പറയും നമുക്ക് ടെമ്പിൾ കണ്ട് ഇറങ്ങിയ ശേഷം ഈ ഗുഹയുടെ അകത്തേക്ക് പോകാമെന്ന്. അങ്ങനെ പിന്നീട് അവർ അവിടെ ഒരു തുണി കെട്ടി മാർക്ക് ചെയ്ത ശേഷം വീണ്ടും യാത്ര തുടങ്ങും. അങ്ങനെ ഒടുവിൽ അവർ ആ ടെമ്പിളിലെത്തും. മാർക്ക് ടെമ്പിളിനകത്തേക്ക് പോയി അകത്തുള്ളതെല്ലാം ഷൂട്ട് ചെയ്യാനായും തുടങ്ങും. ഇതേ ടൈമിൽ ഹീറോയിനും ബോയ് ഫ്രണ്ടും അവിടെ പുറത്തുള്ളൊരു പ്രതിമ നോക്കി നിൽക്കും. അതാ കാട് സംരക്ഷിക്കുന്ന പ്രതിമയായിരുന്നു. അതായത് പെണ്ണിൻ്റെ ബോഡിയും തലയും, ആ തലയോട് ചേർന്ന് മറ്റൊരു ചെന്നായയുടെ തലയും. ഇതെല്ലാം കണ്ട അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. പക്ഷേ കുട്ടിയാണെങ്കിലോ ഇത് കണ്ട് പേടിച്ചവിടെ ഓടിപ്പോകും. മാർക്കിൻ്റെ അടുത്ത് എത്തിയ ശേഷം പറയും ഇപ്പോൾ ഏറെക്കുറെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്, ഇനിയും ലേറ്റ് ആയാൽ അമ്മ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് ആ കുട്ടി പറയും. ഇത് കേട്ട മാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നും കൂടെ വരണമെന്നും ചോദിക്കും. പക്ഷേ ആ കുട്ടി എനിക്ക് ഈ വഴിയെല്ലാം അറിയാമെന്നും പറയും. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ടിനും പതിയെ പതിയെ പേടിയായി തുടങ്ങും. നമുക്കിവിടുന്ന് പോയാലോ എന്ന് ബോയ് ഫ്രണ്ടും ചോദിക്കും. ഇപ്പോഴല്ലേ ഇവിടേക്ക് വന്നത്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് ഹീറോയിനും പറയും. ഇവിടെ ടെമ്പിളിൻ്റെ അകത്ത് മാർക്കാണെങ്കിലോ അകത്തുള്ള എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് തറയിലൊരു ഹോള് കാണുന്നത്. ഇത് കണ്ട മാർക്ക് ക്യാമറ ഹോളിലേക്ക് വെച്ച് റെക്കോർഡ് ചെയ്യും. ഇവിടെ ഹീറോയിൻ പുറത്തുള്ള പ്രതിമയും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് അതുവഴി എന്തോ ഒന്ന് നടന്നു പോകുന്നതായി കാണുന്നത്. ഇത് കണ്ട ഹീറോയിനും നല്ലപോലെ പേടിയാകും. ഇവിടെ നിന്ന് നമുക്ക് പോകാമെന്ന് ഹീറോയിനും പറയും. ഇനിയിപ്പോൾ നാളെ രാവിലെ വരാമെന്നും രാത്രിയായി തുടങ്ങിയിട്ടുണ്ടെന്നും ഹീറോയിൻ പറയും. ഇതും പറഞ്ഞുകൊണ്ട് ഹീറോയിൻ മാർക്കിനെ വിളിക്കാനായി പോകും. അപ്പോഴാണ് ആ തറയിലെ തുളയിൽ നിന്ന് എന്തോ കൈ വന്ന് മാർക്കിനെ അകത്തേക്ക് വലിച്ചിടുന്നത്. മാർക്ക് അകത്ത് കുഴിയിലേക്ക് പോകും. ഈ ശബ്ദം കേട്ട ഹീറോയിനും ബോയ് ഫ്രണ്ടും അവിടേക്ക് ഓടിപ്പോവുകയും ചെയ്യും. മാർക്കിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ബോയ് ഫ്രണ്ട് അവിടേക്ക് ഇറങ്ങി നോക്കും. വീണ ആഘാതത്തിൽ മാർക്കിൻ്റെ കാല് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതും വെച്ചുകൊണ്ട് മല ഇറങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കിടക്കാമെന്നും നാളെ പോയി ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചുകൊണ്ട് വരാമെന്നും ബോയ് ഫ്രണ്ട് പറയും. അങ്ങനെ അവർ 3 പേരും അവിടെ തീയൊക്കെ കൂട്ടിയിരിക്കും. അപ്പോഴാണ് ബോയ് ഫ്രണ്ട് നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് ഹീറോയിനോട് ചോദിക്കുന്നത്. പക്ഷെ ഹീറോയിൻ ഇല്ലെന്ന് പറയും. ഹീറോയിൻ പോയാൽ ഇവിടെ മാർക്ക് ഒറ്റയ്ക്കാകുമെന്ന് പറയും. ഇത് കേട്ട ബോയ് ഫ്രണ്ടിനാണെങ്കിലോ നല്ല ദേഷ്യം വരും. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പക്ഷെ ബോയ് ഫ്രണ്ട് അവിടെ മാറി നിന്ന് ഇവർ എന്താ പറയുന്നത് എന്ന് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. മാർക്ക് ഹീറോയിനോട് ചോദിക്കും അമ്മയുടെയും അച്ഛനെയും കാര്യമൊക്കെ ഓക്കെ ആയോ എന്ന്. കാരണം ഹീറോയിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട ഹീറോയിൻ മറ്റൊരു കാര്യം കൂടി മാർക്കിനോട് പറയും. അതായത് ഹീറോയിൻ പ്രഗ്നൻ്റ് ആണെന്നും അതിന് കാരണം ബോയ് ഫ്രണ്ട് ആണെന്നും പക്ഷെ അവൾ ആ കുട്ടിയെ അബോർഷൻ ചെയ്തെന്നും. പക്ഷെ ഇതൊന്നും ഹീറോയിൻ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാം പറയണമെന്നും ഹീറോയിൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബോയ് ഫ്രണ്ട് അവിടേക്ക് വന്ന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട ഹീറോയിൻ ഒന്നുമില്ലെന്നും പറയും. പക്ഷെ ദേഷ്യം വന്ന് ബോയ് ഫ്രണ്ട് അവിടുന്ന് വീണ്ടും ആ ടെമ്പിളിനകത്തേക്ക് പോകും. പുറകെ തന്നെ ഹീറോയിനും പോയി നടന്ന കാര്യങ്ങളെല്ലാം ബോയ് ഫ്രണ്ടിനോട് പറയും. ഇതൂടെ കേൾക്കുമ്പോഴോ ബോയ് ഫ്രണ്ടിൻ്റെ ദേഷ്യം കൂടും. അവൻ അവിടുന്ന് മാർക്കിൻ്റെ അടുത്തേക്ക് എത്തും. എൻ്റെ ബാഗിൽ കഴിക്കാനുള്ളതെല്ലാം ഉണ്ട്, അതെല്ലാം ഇനി നിങ്ങളെടുത്തോ, എന്തായാലും ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് ബോയ് ഫ്രണ്ട് മാർക്കിനോട് പറയും. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ബോയ് ഫ്രണ്ട് അവിടുന്ന് പോവുകയും ചെയ്യും. ഹീറോയിൻ മാർക്കിനോട് പറയും എല്ലാ സത്യങ്ങളും ബോയ് ഫ്രണ്ടിനോട് അറിയാതെ പറഞ്ഞെന്നും ഇതെല്ലാം കാരണമാണ് അവൻ ദേഷ്യപ്പെടുന്നതെന്നും. അങ്ങനെ പിന്നീട് ഹീറോയിൻ എന്തായാലും തീ കൂട്ടാനായി വിറകെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിറകെടുക്കാനായി പോകുന്ന വഴിയാണ് ഹീറോയിൻ്റെ ടോർച്ച് ഓഫായി പോകുന്നത്. പെട്ടെന്ന് തന്നെ ഹീറോയിന് മുമ്പിൽ ആ മരണപ്പെട്ട 6 കുട്ടികൾ പ്രത്യക്ഷപ്പെടും. ഇത് കണ്ട് പേടിച്ച ഹീറോയിൻ അവിടെ നിന്ന് ഓടിപ്പോകും. മാർക്കിൻ്റെ അടുത്തേക്ക് എത്തും. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പിളിലേക്ക് പോയി കിടക്കാമെന്ന് ഹീറോയിൻ പറയും. അങ്ങനെ 2 പേരും അവിടെ നിന്ന് എഴുന്നേറ്റ് ടെമ്പിളിനകത്തേക്ക് പോകും. അവിടെ പോയി കിടക്കാനായും തുടങ്ങും. അങ്ങനെ ഇവർ കിടക്കുന്ന ടൈമിലാണ് പുറത്തുകൂടി എന്തോ അമാനുഷിക രൂപം ആ ടെമ്പിളിലേക്ക് എത്തുന്നത്. പക്ഷെ അത് ടെമ്പിളിനകത്ത് കയറാതെ പുറത്ത് തന്നെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് പോവുകയും ചെയ്യും. അതേ ടൈമിൽ ഇവിടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലോ വീണ്ടും ആ പ്രതിമയുടെ അടുത്തേക്ക് എത്തും. പക്ഷേ ഇപ്രാവശ്യം ആ പ്രതിമയ്ക്ക് ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിമയ്ക്ക് പെണ്ണിൻ്റെ ബോഡിയും ചെന്നായുടെ തലയാകും. പ്രതിമ അവിടെ നിന്ന് പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. എഴുന്നേറ്റ് വന്ന് ബോയ് ഫ്രണ്ടിനെ ആക്രമിക്കാനായും തുടങ്ങും. ഇത് കണ്ട് പേടിച്ച് ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. പുറകെ തന്നെ ആ പ്രതിമയും പിടിക്കാൻ വേണ്ടി ഓടും.
ബോയ് ഫ്രണ്ടിനെ കാറിച്ച് അകത്ത് ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ച ഹീറോയിൻ എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് മാർക്കിനോട് പറയും. ഹീറോയിൻ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യും. പോകല്ലെന്ന് മാർക്ക് കുറേ തവണ പറയുന്നുമുണ്ടായിരുന്നു. ഹീറോയിൻ ഓടുന്നത് കണ്ട മാർക്കും പതിയെ ചട്ടി ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങും. അവൻ അവിടെ നിന്ന് താഴേക്ക് വീഴും. അപ്പോഴാണ് മുമ്പ് തീ കൂട്ടിയ ഭാഗത്ത് അവനൊരു കാഴ്ച കാണുന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന ആ യോഗി അവിടെ വന്ന് നിൽക്കുന്നത്. ഈ യോഗിയെ കണ്ട് പേടിച്ച മാർക്ക് വീണ്ടും ടെമ്പിളിനകത്തേക്ക് കയറി കഥ കടയ്ക്കുകയും ചെയ്യും. ഇവിടെ ബോയ് ഫ്രണ്ട് കുറെ ഓടും. അവൻ മറിഞ്ഞു വീഴുകയും ചെയ്യും. അപ്പോഴാണ് മുമ്പ് കണ്ട ആ ക്രീച്ചർ അവൻ്റെ മേത്തേക്ക് ആക്രമിക്കാനായി എത്തുന്നത്. ബോയ് ഫ്രണ്ടിനെ തേടിപ്പോയ ഹീറോയിനും മറ്റേത് വഴിയിലേക്ക് പോകും. ഹീറോയിൻ അവിടെ 2 ഗുഹ കാണും. അതിലൊരു ഗുഹയിലേക്ക് ഹീറോയിൻ കയറുകയും ചെയ്യും. അവൾ അകത്തുകൂടി കുറെ ഓടിപ്പോകും. അപ്പോഴാണ് അവളുടെ മുമ്പിൽ പെട്ടെന്നൊരു ഡെഡ് ബോഡി പ്രത്യക്ഷപ്പെടുന്നത്. ഇത് കണ്ട ഹീറോയിൻ പേടിച്ച് അവിടുന്ന് വീണ്ടും ഓടും. പക്ഷേ ഹീറോയിന് ആ ഗുഹയ്ക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഹീറോയിൻ അകത്ത് ലൂപ്പ് പോലെ പെട്ടുപോകും. അങ്ങനെ ഇവിടെ മാർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കും. അപ്പോഴാണ് ആ കുഴിയുടെ അകത്തു നിന്ന് മരണപ്പെട്ടു പോയ 6 കുട്ടികളും പുറത്തേക്ക് വരുന്നത്. ആ കുട്ടികൾക്കൊന്നും കണ്ണില്ലായിരുന്നു. പല്ലെല്ലാം കൂർത്തിട്ടുമാണുള്ളത്. എല്ലാ കുട്ടികളും മാർക്കിനെ ആക്രമിക്കാനായി വരും. മാർക്കിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവിടെയുള്ള ഷാഡോയിലൂടെ നമ്മളെ കാണിക്കും. പക്ഷെ അത് കാണുമ്പോൾ മാർക്ക് സ്വന്തമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നീട് വീണ്ടും ആശുപത്രി കാണിക്കും. റേ പേഷ്യൻറ്റിനോട് പറയും, ടോം എന്നൊരാളെയാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അയാളെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന്. അല്ലെങ്കിൽ അതൊക്കെ വിട്. ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? ആ പെൺകുട്ടിയെ നീ എന്ത് ചെയ്തു മാർക്കെന്ന് റേ ചോദിക്കും. അപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് ഈ പേഷ്യൻ്റ് മാർക്കാണെന്നുള്ളത്. ഇത് കേട്ട മാർക്ക് ഒന്നും മിണ്ടില്ല. ആ കൊച്ചുകുട്ടിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ പേര് മാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് റേ പറയുന്നത്, പക്ഷെ നീ പറയുന്ന ആ കുട്ടി ഈ നാട്ടിലെങ്ങുമില്ലെന്ന്. ആ കുട്ടി ആരും കണ്ടിട്ടുമില്ലെന്ന്. ഇത് കേട്ട മാർക്കും ഷോക്കായി പോകും. അവൻ നടന്നതെല്ലാം ചിന്തിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മാർക്ക് ഈ കണ്ടതെല്ലാം അവൻ്റെ ഇല്യൂഷനായിരുന്നു. അതങ്ങനെ ഒരു കുട്ടിയേ ഇല്ലായിരുന്നു. അവനും ആ മരണപ്പെട്ടു പോയ കുട്ടികളിൽ ഒന്നാണ്. മുമ്പ് ആ ഹോട്ടലിലെ കിളവി അവിടെയുള്ള ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് വെക്കുന്നുണ്ട്. അപ്പോഴാ ഫോട്ടോയിൽ ഈ കുട്ടിയെയും കാണാമായിരുന്നു. അന്ന് മാർക്ക് റൂമിലിരുന്നപ്പോഴും ഈ കുട്ടിയെ വന്ന് കിളവി വിളിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അവിടെയുള്ള പട്ടിയാണ് കിളവി വിളിച്ചത്. ആ കൂടെ കൊച്ചുകുട്ടി പോകുന്നതായിട്ട് മാർക്കിന് തോന്നിയതാണ്. അതോടൊപ്പം മറ്റൊരു വീഡിയോ ഫുട്ടേജും കൂടി റേ മാർക്കിനെ കാണിക്കും. അതായത് ബോയ് ഫ്രണ്ടിന്റെ മുകളിൽ കയറി ആരും അവനെ കൊലപ്പെടുത്താൻ നോക്കുന്നതായിട്ട്. എൻ്റെ ഗേൾഫ്രണ്ട് എവിടെയുണ്ടെന്ന് അവൻ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ ആ വീഡിയോയിലാണെങ്കിലോ മാർക്കിന്റെ മുഖം കിട്ടിയിട്ടുമില്ല. എന്താണെങ്കിലും നീ സത്യങ്ങളൊന്നും പറയില്ല, അതുകൊണ്ട് ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞ് സത്യം പറയിപ്പിക്കാൻ വേണ്ടി റേ മറ്റൊരാളെ വിളിക്കാനായി പോകും. അപ്പോഴാണ് എല്ലാം തൻ്റെ ഇല്യൂഷനായിരുന്നു എന്നത് മാർക്കിന് പിടികിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വയലൻ്റായ മാർക്ക് അവിടെയുള്ള എല്ലാം എടുത്തെറിയും. കയ്യിലുള്ള പേന എടുത്ത് മുമ്പിലുള്ള ഇട്ടാക്കുയുടെ കഴുത്തിൽ കുത്തും. അവിടെ തന്നെ ഇട്ടാക്കു മരണപ്പെടുകയും ചെയ്യും. ഉടനെ തന്നെ മാർക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യും. പിന്നീട് വീണ്ടും നമ്മളെ ടെമ്പിള് കാണിക്കും. അവിടെയുള്ള ഗുഹയിൽ ഹീറോയിൻ പെട്ട് കിടക്കുന്നതായിട്ടും കാണിക്കും. അപ്പോഴാണ് ഹീറോയിൻ്റെ അടുത്തേക്ക് ആ ക്രീച്ചർ എത്തുന്നത്. അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും തീരും. ശരിക്കും ആ ക്രീച്ചറാണോ ബോയ് ഫ്രണ്ടിനെയും ഹീറോയിനെയും പിടികൂടിയതെന്നോ അതോ മാർക്ക് അസൂയ കാരണം ബോയ് ഫ്രണ്ടിനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതൊന്നും നമ്മളോട് കറക്റ്റായിട്ട് പറയുന്നില്ല. അതെല്ലാം കാണികളായ നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ടോം എന്ന് പറയുന്ന ആൾ ആ ടെമ്പിളിലേക്ക് പോയ മറ്റൊരാളാണ്. പുള്ളിയെയും കാണാതെ പോയി. അതുകൊണ്ടാണ് പുള്ളിയെപ്പറ്റി എന്തെങ്കിലും മാർക്കിന് അറിയാമോ എന്നോർത്ത് മാർക്കിനെ ചോദ്യം ചെയ്യുന്നതും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും അതോടൊപ്പം സബും ചെയ്തേക്കണേ.